ചൈനീസ് ന്യൂ ഇയർ ആയതുകൊണ്ട് തന്നെ ഗിഫ്റ്റൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാമെന്ന് പറയുന്നത് ചൈനീസ് ന്യൂ ഇയറിൻ്റെ ഒരു ട്രഡീഷൻ്റെ ഭാഗമാണ്. അപ്പോൾ എനിക്കും ഞങ്ങളുടെ നെയ്ബർ അപ്പൂപ്പൻ ഒരു ഗിഫ്റ്റൊക്കെ തന്നു രാവിലെ. ഇവർ ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നത് പ്രത്യേകിച്ച് ഈ ചൈനീസ് ന്യൂ ഇയറിൻ്റെ സമയത്ത് റെഡ് കളറിലെ റാപ്പിലായിരിക്കും കേട്ടോ. എനിക്കിപ്പോൾ കണ്ടോ ഇങ്ങനെ ഒരു പൗച്ചിലാണ് തന്നിരിക്കുന്നത്. പിന്നെ ഇവർ റെഡ് എൻവലപ്പിലാണ് ഈ മണിയൊക്കെ ഗിഫ്റ്റായിട്ട് കൊടുക്കുമ്പോൾ അങ്ങനെയാണ് കൊടുക്കുക. റെഡാണ് അവരുടെ മൊത്തത്തിലുള്ളൊരു തീം. ഈ ഒരു സമയത്ത് നമുക്ക് എവിടെ ഡെക്കറേഷൻസ് ഒക്കെ നോക്കിയാലും റെഡ് കളറിലൊക്കെ ആയിരിക്കും. ഇതിനകത്തപ്പോൾ ഇനി എന്തൊക്കെയാണ് ഉള്ളതെന്ന് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് വൺ ഈ ലക്കി കാറ്റിൻ്റെ ഐസിങ് കുക്കീസാണ്. ചൈനീസ് ന്യൂ ഇയറിൻ്റെ സമയത്ത് ലക്കി കാറ്റ് ഇങ്ങനെ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത് അവരുടെ ലക്കിനൊക്കെ നല്ലതാണെന്നാണ് പറയുന്നത്. ഗുഡ് ഫോർച്യൂണിൻ്റെ സിമ്പിളാണ് ഈ ലക്കി കാറ്റ്. നമ്മൾ ഈ റെസ്റ്റോറൻറ്റിലൊക്കെ പോകുമ്പോഴത്തേനും ഇങ്ങനെ കൈയാട്ടിയായിട്ട് ഇങ്ങനെ ലക്കി കാറ്റ് ഇങ്ങനെ ഉണ്ടാവുമല്ലോ രൂപങ്ങൾ. അപ്പോൾ അതേ കണക്കുള്ള രൂപമോ അല്ലെങ്കിൽ ഇതേ കണക്ക് ഐസിങ് കുക്കീസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവർ ഗിഫ്റ്റായിട്ടൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ. ഈ ന്യൂ ഇയറിൻ്റെ സമയത്താണ് പ്രത്യേകിച്ച് ഇങ്ങനത്തെ ലക്കി കാറ്റ്സിനൊക്കെ ഇവർ ഗിഫ്റ്റായിട്ട് കൊടുക്കുക. ശരിക്കും ഇത് കണ്ടിട്ടാണെങ്കിൽ എനിക്ക് കഴിക്കാൻ തോന്നില്ല. പാക്കറ്റ് പൊട്ടിച്ചപ്പോൾ തന്നെ നല്ല മണം വരുന്നുണ്ട് ബട്ടറിൻ്റെ. ഒരു ഹണിയുടെ ഒക്കെ ടേസ്റ്റാണ്. ഈ ഐസിങ്ങിനെ മധുരം പോലും ഇല്ല. ഇതിന് കഴിക്കാൻ പറ്റുന്ന വല്ല സാധനം തന്നെയാണോ നോക്കട്ടെ. ചെറിയൊരു മധുരമേ ഉള്ളൂ, പക്ഷേ ഈ കുക്കീസ് ഭയങ്കര ടേസ്റ്റാണ്. അടുത്തത് 2 ഓറഞ്ചാണ്. ഈ ന്യൂ ഇയർ സമയത്ത് ഇവർ ഹണി മാൻഡറിൻ എന്ന് പറയുന്ന ഒരു വെറൈറ്റി ഓറഞ്ചാണ് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത്. അത് ഈ ചൈനീസ് ന്യൂ ഇയറിൻ്റെ സമയത്ത് മാത്രമേ സീസൺ ആവുള്ളൂ. ഭയങ്കര റേറ്റുമാണ് കേട്ടോ. നല്ല മധുരമാണ് കഴിക്കാനായിട്ട്. ഞാനത് കഴിച്ചു. ഭയങ്കര സ്പെഷ്യൽ പാക്കേജിങ്ങിലൊക്കെയാണ് നമുക്കിത് മേടിക്കാൻ തന്നെ കിട്ടുക. ഇതിപ്പോൾ നോർമൽ പാക്കേജാണ്, അല്ലാണ്ട് നല്ല എന്താ പറയുക ഗ്ലിറ്ററിങ് പാക്കേജിലൊക്കെ ആയിട്ട് ഒരു ഓറഞ്ച് ഇങ്ങനെ പൊതിഞ്ഞ് അങ്ങനെ ഭയങ്കര കോസി ആയിട്ടൊക്കെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വിൽക്കാൻ വെക്കുന്നത്. ഇതിനും എങ്ങനെ നല്ല മധുരം ഉണ്ടോ എന്ന് നോക്കട്ടെ. നല്ല മധുരം, ഇച്ചിരി പോലും പുളിയില്ല. അടുത്തത് F&N എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ കാർബണേറ്റഡ് ഓറഞ്ച് ഫ്ലേവറിലെ ഡ്രിങ്കാണ്. ഇത് നമ്മുടെ നാട്ടിലെ മെറിൻഡയിലെ സെയിം ടേസ്റ്റ് തന്നെയാണ്. മുന്നേ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അടുത്തതും ഡ്രിങ്ക്സ് തന്നെയാണ്. ഇത് ഇയോസ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ക്രിസാന്തമം ടീ ആണ്. അതായത് നമ്മുടെ ജമന്തി ഇല്ലേ അതിൻ്റെ ടീ ആണ്. ചൈനീസുകാരുടെ ഫേവറേറ്റ് സാധനമാണ് ഇത്. ഇത് ന്യൂ ഇയർ സ്പെഷ്യൽ പാക്കേജിങ് ഒക്കെയാണ്. രസമുണ്ട് കാണാനായിട്ട്. ഞാൻ കുടിച്ചിട്ടില്ല, കുടിച്ചാൽ തന്നെ ഇഷ്ടമാവുമെന്ന് എനിക്ക് അറിയത്തില്ല. ചെറിയൊരു ക്രിസാന്തമം ഫ്ലവറിൻ്റെ ഒരു ഫ്ലേവറുണ്ട്. കുഴപ്പമില്ല, നമ്മളൊരു ലൈറ്റായിട്ടുള്ള കട്ടൻ ചായ കുടിക്കുന്ന ആ ഒരു ഫീല്. അപ്പോൾ ഇത്രയൊക്കെയാണ് ചൈനീസ് അപ്പൂപ്പൻ നമുക്ക് ഗിഫ്റ്റായിട്ട് തന്നത്. നമുക്ക് ചിലപ്പോൾ തോന്നുന്നു ഇതൊക്കെ എന്തോ വെറും സിമ്പിൾ അല്ലേ എന്നൊക്കെ. പക്ഷെ അവരുടെ ഒരു കൾച്ചറിൽ ഇത് ഭയങ്കര മീനിങ് ഫുൾ ആയിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. നമുക്കൊരു വർഷം മൊത്തം ഗുഡ് ഫോർച്യൂൺ നേർന്നുകൊണ്ടിട്ടാണ് അവരിത് നമുക്ക് തരുന്നത്. അപ്പോൾ നമ്മളെ നല്ലത് നേർന്നിട്ടാണ് അവർ തരുന്നത്. അപ്പോൾ സന്തോഷമാണ് കിട്ടിയതിന്. ബൈ.